പുൽക്കൂട്ടിൽ നമ്മൾ 3 പൂജ്യരാജാക്കന്മാരെ കണ്ടിട്ടുണ്ട്. എപ്പോൾ എത്തുമെന്നോ ഇനിയൊരു മടക്കയാത്ര ഉണ്ടാകുമെന്നോ എന്ന് അറിയാതെ ദൈവത്തെ തേടി, ദൈവകുമാരനെ തേടി യാത്ര ചെയ്ത 3 രാജാക്കന്മാർ. നമ്മൾ പിന്നിലേക്കൊന്ന് നോക്കി, എത്രയോ മാസങ്ങൾ, മണിക്കൂറുകൾ ചിന്തിച്ച് കാണും ദൈവത്തിൻ്റെ ഒരു ചിന്ത. ദൈവകുമാരൻ ജനിക്കുന്നു കാലിത്തൊഴുത്തിൽ, അതെവിടെയോ ആകട്ടെ അവിടേക്കൊരു യാത്ര അനിവാര്യമാണെന്ന് മനസ്സിനെ അലട്ടിയൊക്കെ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ഒരുങ്ങിയൊക്കെ നടത്തിയ വലിയൊരു യാത്രയാണ്. ദൈവം വഴികടത്തിയ നക്ഷത്രത്തെ നോക്കി ഏത് ദിവസം എത്തുമെന്നറിയാതെ ദിവസങ്ങൾ യാത്ര ചെയ്ത് പുൽക്കൂട്ടിലേക്ക് എത്തിയ പൂജ്യരാജാക്കന്മാർ. നമ്മുടെ നോക്കിയ സാധാരണ രീതിയിൽ ഈ രാജാവ് ഈ അനുചരന്മാരും സേവകരൊക്കെ ആയിട്ട് വരണമെങ്കിൽ ആ പുൽക്കൂടിൻ്റെ പ്രദേശത്ത്, ആ പഞ്ചായത്തിൽ പോലും നിൽക്കാൻ പറ്റില്ല. കാരണം 3 രാജാക്കന്മാരും അവരുടെ മന്ത്രിമാരും സർവ്വസൈന്യാധിപന്മാരും സൈനികരൊക്കെ വന്ന് ഈ പുൽക്കൂട്ടിൽ നിന്നാൽ പിന്നെ വേറെ അറിയിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എന്തോ സംഭവിക്കുന്നെന്നറിയാം. മാലാഖയോ ആട്ടിടയന്മാരോ പോയി പറയേണ്ട ആവശ്യമില്ല. ഈ 3 രാജാക്കന്മാർ നമ്മളോട് പറയും, കൊട്ടാരം വിട്ട്, രാജ്യത്തെ വിട്ട്, എല്ലാം നൽകുന്ന ദൈവത്തിലേക്ക് യാത്രയായ രാജാക്കന്മാർ പറയും, എപ്പോഴെത്തുമെന്നോ ഇനിയൊരു മടക്കമുണ്ടാകുമെന്നോ അറിയാതെയുള്ള ദൈവത്തിന് വേണ്ടിയുള്ള യാത്ര, ദൈവത്തെ കണ്ടെത്താനുള്ള യാത്ര നമ്മുടെ ജീവിതത്തിലും നമുക്ക് ആരംഭിക്കാം. ദൈവം സമൃദ്ധമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ.